ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കില്ലാടി വെറുപ്പിച്ച കാട്ടിൽ കാട്ടാവരാത അഥവാ ജംഗിൾക്ക കില്ലാടി. പടം തുടങ്ങുന്ന ഒരു കോടീശ്വരനായിട്ടുള്ള ഒരാള് ഗവൺമെന്റിനെ പറ്റിച്ചിട്ട് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു തല്ലിപ്പൊളി പടെടുക്കാനായിട്ട് തീരുമാനിക്കും. ഈ സിനിമ നിങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള കാരണം തന്നെ സിനിമയുടെ കഥയാക്കിയ. പിന്നെ ഇങ്ങേരി ഈ കാര്യം മോളായിട്ടുള്ള ജാക്കിനെ വിളിച്ച് പറയും. ജാക്കി ഈ പ്രാവശ്യം മുടി കളർ ചെയ്തിട്ടുണ്ട്, അതെന്തായാലും നന്നായി. എന്തായാലും അഭിനയത്തിൽ ഒരു വ്യത്യാസമില്ല, മുടിയുടെ കളറെങ്കിലും മാറണുണ്ടല്ലോ. ഇനി ഓരോ പടം ചെയ്യുമ്പോൾ ഓരോ കളർ അടിച്ചിട്ട് വരാം, പച്ച ചോപ്പ മഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കളർ അടിച്ച് പോവാ, അടിപൊളിയാവും. പിന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് ഏത് ഡയറക്ടറിനെ വെക്കുക എന്നുള്ള കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു ഡോഡിന്റെ സൗണ്ട് കട്ടാവും. മനസ്സിലായ കോമഡി വല്ല മ്യൂസിയത്തിൽ കൊണ്ടുപോയിക്കുക അമ്മാതിരി സാധനം. പിന്നെ ജാക്കി ഇയാളുടെ സൗണ്ട് എന്തിടയ്ക്ക് കട്ടാവണേന്ന് ചോദിക്കും. അപ്പൊ അങ്ങേര് പറയും ജനിച്ചപ്പോ അങ്ങേര് കറുത്തതായിരുന്നു, അത് കാരണം അങ്ങേരുടെ തന്ത കഴുത്ത് പിടിച്ച് തിരിച്ചതാന്ന് പറയും. തമാശ. പിന്നെ ഇവരൊരു തല്ലിപ്പൊളി ഡയറക്ടറിനെ കൊണ്ടുവരും. എന്നിട്ട് തൊട്ടതെല്ലാം ബോംബാക്കണ ഒരു ഹീറോനെ ആവശ്യമുണ്ടെന്ന് പറയും. ഞാൻ ഇടപെടണോടാ പൊട്ടിക്കാൻ പോവാ. പിന്നെ ഒരു ഭോജ്പൂരി സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള കില്ലാടിനെ അങ്ങ് സെലക്ട് ചെയ്യും. കില്ലാടി എന്നിട്ട് സെറ്റിൽ ഐറ്റം ഡാൻസ് കളിക്കായിരിക്കും. പിന്നെ ഈ പടത്തിൽ കില്ലാടി ഓരോ സീനിലും ഓരോ ലുക്കിലാണ് വരാ, ഒരു കണ്ടിന്യൂറ്റി ഇല്ല. പിന്നെ ഇവർ ഈ പടത്തിന്റെ കഥ കില്ലാടിയോട് പറയും. കില്ലാടി കിടന്നുറങ്ങും. ഇങ്ങേര് ഉറങ്ങണ സമയത്ത് ആളുടെ കൂട്ടുകാരൻ ആളുടെ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങും. ആള് പണ്ടത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. എന്നിട്ട് ഒരു ഐറ്റം സോങ് അങ്ങ് ഇടും. പടം തുടങ്ങിയിട്ട് ക്രെഡിറ്റ്സ് എഴുതി കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും 2 സോങ് കഴിഞ്ഞു. അമ്മാതിരി റേഞ്ചാണ് ഈ പടം. പിന്നെ ആളുടെ മോളുടെ പ്രായമുള്ള പട്ടാണി ചേച്ചിയാണ് ആളുടെ ക്രഷ്. പിന്നെ പട്ടാണി ചേച്ചി കില്ലാടിയും കൂടി ഒരു പാർട്ടിക്ക് പോയിട്ട് ഡാൻസ് കളിക്കുന്ന സമയത്ത് പട്ടാണി ചേച്ചി അവിടുന്ന് പോവും. അപ്പൊ അങ്ങോട്ടേക്ക് ആ മാസ്ക് വെച്ച് വേറൊരു പെണ്ണ് വരും. എന്നിട്ട് കില്ലാടി ആള് മാറിയിട്ട് അവളെ കിസ് ചെയ്യും. എന്നിട്ട് പട്ടാണി ചേച്ചി ഇത് കണ്ടിട്ട് അവരങ്ങ് ബ്രേക്കപ്പ് ആവും. ഇനി എന്ത് ചെയ്യും ഷാജേട്ടാ? ഇനി എന്നാ ചെയ്യാൻ? കർത്താവ് നല്ലൊരു കുടുംബജീവിതം കൊടുക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം. പിന്നെ ഫ്ലാഷ് ബാക്ക് കഴിയും. പിന്നെ കില്ലാടി എഴുന്നേറ്റിട്ട് സിനിമ ചെയ്യാന്ന് പറയും. പിന്നെ ഡയറക്ടറിന് ഒരു ഡോൺ വന്ന് കിഡ്നാപ്പ് ചെയ്യും. ആരാടാ ഈ പടത്തിന്റെ ഡയറക്ടർ? ഞാനാണ് സർ. അവനെടുത്ത് വണ്ടിയിലിടും. പിന്നെ ഈ 2 ഡോണിന് അവരുടെ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറയും. എന്നിട്ട് അവരുടെ സിനിമയിലെടുക്കും. പിന്നെ പടത്തിൽ പട്ടാണി ചേച്ചിനും ബോളിവുഡിൽ ഫീൽഡ് ഔട്ട് ആയ എല്ലാ നടന്മാരെയും എടുക്കും. പിന്നെ മിലിറ്ററി പടം ഉള്ളവരെടുക്കണം, അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ, ഇത് ഈസി അല്ലേ? ഇത്രയും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് വയ്യേ. എടാ ടാക്സ് പറ്റിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കണ പടത്തിന് വേണ്ടി എന്തിനാണ് ഇമ്മാതിരി ട്രെയിനിങ് ഒക്കെ ചെയ്യണേ? സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണ്? പിന്നെ ഇവരുടെ പടം എടുക്കണം ക്യാമറമാൻ ഉണ്ടല്ലോ, ആള് ബ്ലൈൻഡ് ആണ്. നിങ്ങൾ ചോദിക്കും കണ്ണ് കാണാത്ത ആളെങ്ങനെ ക്യാമറമാൻ ആക്കാന്ന്. കാരണം ഇതൊരു പേട്ടപ്പടമാണ്, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഇവരുടെ ട്രെയിനർ ഒറിജിനൽ തോക്ക് ഇവരെ കൊടുത്തിട്ട് ഇവരോട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവള് ഫ്രണ്ടിൽ കയറി നിൽക്കും. എന്നിട്ട് ആ കണ്ണ് കാണാത്ത ക്യാമറമാൻ വെടിവെച്ചിട്ട് അവളുടെ കാല് പോവും. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. പിന്നെ ഇവരുടെ പടത്തിന്റെ ഷൂട്ടിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഇവര് ഓവർ ആക്ട് ചെയ്യും. നിങ്ങളൊന്നും ഓവർ ആക്ട് ചെയ്യണ്ട, നിങ്ങൾ വെറുതെ അഭിനയിച്ചാൽ തന്നെ അത് ഓവർ ആക്ടിങ് ആണ്. എനിക്ക് നല്ല പുളിച്ച തെറി പറയാ അറിയാഞ്ഞിട്ടൊന്നുമല്ല, വേണ്ടെന്ന് വെച്ചിട്ടാ. പിന്നെ ഇവരവിടെ തല്ലുകൂടുന്ന സമയത്ത് അവിടുത്തെ ടൈം ബോംബ് പൊട്ടിയിട്ട് ഇവരുടെ സെറ്റൊക്കെ പൊട്ടി തെറിച്ച് പോവും. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ഇത് കഴിഞ്ഞിട്ട് ആ പടത്തിന്റെ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് ഇൻകം ടാക്സുകാർ റൈഡ് ചെയ്തുകൂടാ, ഞാൻ തന്ന പൈസ വെച്ചിട്ട് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നീ സിനിമ ഇറക്കിയിട്ട് അത് ഹിറ്റ് അടിച്ചില്ലെങ്കിൽ നിന്നെ കൊല്ലുന്ന് പറഞ്ഞു വിളിക്കും. സാർ ഒരു അല്പം അവകാശം കൂടെ, ഒരു 10 കൊല്ലം കൂടെ തന്നാ മൊത്തം തുകയുടെ പകുതിയെങ്കിലും ഞാൻ അടച്ചു തീർത്തോളാം. പിന്നെ ഈ പടത്തിന്റെ ഡയറക്ടർ റിയൽ ലൊക്കേഷനിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കും. എന്നിട്ട് ആ സ്ഥലത്ത് തീവ്രവാദികളുണ്ട്. സ്ലോ മോഷനിൽ നടക്കുന്നത്. ഐ തിങ്ക് ഹീസ് എ ടെററിസ്റ്റ്. സ്ലോ മോഷനിൽ നടക്കുന്നവരെല്ലാം തീവ്രവാദികളാണോ? പിന്നെ ഇവരുടെ ഡയറക്ടർ ആ തീവ്രവാദിയുടെ കാര്യമൊന്നും കില്ലാടിയോട് പറയില്ല. എന്നിട്ട് ഇവരൊക്കെ കൂടിയിട്ട് ആ നാട്ടിലേക്ക് പോവും. എന്നിട്ട് അവിടുത്തെ നാട്ടുകാർ ഇവര് ആർമിക്കാരാന്ന് വിചാരിക്കും. അതേപോലെ തീവ്രവാദികളും വിചാരിക്കും. കണ്ടാലും തോന്നും
എന്താണ് തമാശയാക്കാണ് അങ്ങനെ അല്ല തമാശയാക്കാണ് അങ്ങനെ നല്ല അല്ല അങ്ങനെ ആക്കണ്ട കേട്ടാ. പിന്നെ ഇന്റർവെല്ലാവും. അപ്പൊ പെട്ടെന്ന് കില്ലാടി വന്നിട്ട് ഞങ്ങൾ ഒരു പാട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് എവിടെ കുത്തി കയറ്റണ്ടേന്ന് അറിയില്ല, അതുകൊണ്ട് ഇന്റർവെല്ലിൽ ഇടാന്ന് പറഞ്ഞ ഒരു ഐറ്റം ഡാൻസ് അങ്ങ് ഇടും. എങ്ങനെ ഉണ്ടാളിയാ? ഗംഭീരമായിരുന്നു. പിന്നെ കില്ലാടിനെ കൊല്ലാനായിട്ട് കുറച്ച് തീവ്രവാദി വരും. എന്നിട്ട് കില്ലാടി അവന്മാരൊക്കെ അപമാനിച്ചു വിടും. എന്തിനാ നിക്കുന്നത്? തേങ്ങ പൊതിക്കുന്ന പോലെ എന്നെ പൊതിക്കാനല്ലേ? എന്റെ അഭിപ്രായത്തിൽ ഈ പടം വല്ല തീവ്രവാദികൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് വിഷം കഴിച്ച് ചത്തോളും. അങ്ങനെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും ഈ പടം കൊണ്ട്. പിന്നെ ഇവര് തീവ്രവാദീനെ തല്ലിയതിന്റെ സന്തോഷത്തിന് ഡാൻസ് ചെയ്യും. പിന്നെ കില്ലാടീനെ തട്ടാനായിട്ട് എല്ലാ തീവ്രവാദികളും കൂടി ഒരുമിച്ച് വരും. അവിടെ വെച്ചിട്ട് കില്ലാടി ഡോഗ് ഷോ നടത്തും. പക്ഷെ പുള്ളിയെ കുറിച്ച് ഭയങ്കര അഭിപ്രായം. പുള്ളിക്ക് തന്നെ ഇവന്റെ ഈ വർപ്പിക്കല് കേട്ടിട്ട് ആ തീവ്രവാദി വെടിവെക്കും. അപ്പൊ ഉമ്മാര് പേടിച്ച് വിറയ്ക്കും. തോറ്റുപോയി, നമ്മൾ തോറ്റുപോയി, സാരമില്ല സാരമില്ല സാരമില്ല. പിന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് ആ തീവ്രവാദികളുടെ തോക്ക് തട്ടി പറിച്ചിട്ട് അവരെയൊക്കെ വെടിവെച്ച് അവരെയൊക്കെ കൊല്ലും. യുദ്ധം ഞാൻ തുടങ്ങിയാൽ നമുക്ക് ആറ്റം ബോംബൊന്നും വേണ്ട, ഇതുങ്ങളെ അങ്ങോട്ട് ഇറക്കി വിട്ടാ മതി. പിന്നെ ഈ പൊരിഞ്ഞ വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പട്ടാണി ചേച്ചിയും കില്ലാടിയും കൂടി പരിപാടിക്ക് പോവും. ഇത് വേണോ? ഇത്രയും നാളും കളിച്ച പോലെയല്ല, ഇത് വലിയ കളിയാ. എടാ നീ കേട്ടിട്ടില്ലേ, നോ പെയിൻ നോ ഗെയിൻ. പിന്നെ ഇവര് തീവ്രവാദികൾ തോക്കൊക്കെ വെച്ചേക്കുന്ന സ്ഥലത്തേക്ക് പോവും. എന്നിട്ട് അവിടുത്തെ ബേസ്മെന്റിൽ നമ്മുടെ കില്ലാടിയുടെ തന്ത കില്ലാടീനെ കാണും. ക്രിസ്മസ് പപ്പായ പോലുണ്ട്. എന്നെ വിളിച്ച തന്ത കില്ലാടി മിലിറ്ററിക്കാരനാണ്. മൂപ്പര് തീവ്രവാദികളെ കൊല്ലാനായിട്ട് വരുന്ന സമയത്ത് അവിടെ പെട്ടുപോയതാണ്. തീവ്രവാദികൾ എന്നിട്ട് ഇയാളെ കൊന്നില്ലല്ലോ 15 കൊല്ലായിട്ട്. ഇവന്മാരെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലല്ലോ. നശിപ്പിച്ചു. അല്ലെങ്കിലും വേണ്ട സമയത്ത് ഒരു നല്ല കാര്യം ചെയ്യാൻ അവനെ കൊണ്ട് പറ്റൂല. ഇനി ചെയ്താ മതിയാ. പിന്നെ ഒരു കൊതുകിന് മരുന്നടിക്കണ തോക്കൊക്കെ വെച്ചിട്ട് തീവ്രവാദികളെയൊക്കെ വെടിവെച്ച് സൈഡാക്കും. ഒരാള് മനങ്ങരുത്. പള്ളി പെരുന്നാൾക്ക് കളിത്തോക്കല്ല ഇത്. കാണാ പവറ്. പിന്നെ പട്ടാണി ചേച്ചിയും ജാക്കിയും കൂടി വിയേഡായിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കും. എന്നിട്ട് അത് കേട്ടോട്ട് തീവ്രവാദികൾ നിൽക്കും. എന്നിട്ട് അവരുടെ ശ്രദ്ധ മാറുമ്പോ കില്ലാടി അവരെ വെടിവെച്ച് കൊല്ലും. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന്. ഞങ്ങളും ചോദിച്ചു. പിന്നെ തന്ത കില്ലാടി മെയിൻ തീവ്രവാദിനെ കൊന്നിട്ട് ആ നാട്ടുകാരെ മൊത്തം രക്ഷിക്കും. പിന്നെ കില്ലാടിയും തന്ത കില്ലാടിയും കൂടി കെട്ടിപ്പിടിക്കും. പിന്നെ ഇത് ഏതോ ഒരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് ഇത് സിനിമയാക്കിയിട്ട് അത് സൂപ്പർ ഹിറ്റ് ആവും. അങ്ങനെ പടം കഴിഞ്ഞു. അടിപൊളി. ഈ പടമൊക്കെ അവരുടെ ഫാമിലി പടം കേട്ടാ. ഫാമിലി എങ്ങനെ ഉണ്ടാവണേന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇവരുടെ ഫാമിലി പടം. നന്നായിണ്ട്.